കുട്ടികളെ നമസ്കാരം. മഹാകവി വള്ളത്തോള് ഒരരിപ്പിറാവിലെ ആദ്യത്തെ ശ്ലോകത്തിൽ ഈ പിറാവിനെ വിശേഷിപ്പിച്ചത് ഉലകിൽ പ്രിയദർശനൻ ഭവാൻ എന്നാണ്. ആ വിശേഷണത്തെ കുറച്ചുകൂടി വിശദമാക്കുകയാണ് കവി ഈ രണ്ടാമത്തെ ശ്ലോകത്തിലും മൂന്നാമത്തെ ശ്ലോകത്തിലും ചെയ്യുന്നത്. നമുക്ക് ആ രണ്ട് ശ്ലോകങ്ങളും ഇന്ന് പഠിക്കാം. ആദ്യം രണ്ടാമത്തെ ശ്ലോകം. ചിറകിൻ്റെ ചിതപ്പെടുന്ന നാനാ നിറവും തുണ്ടപദങ്ങൾ തൻ തുടുപ്പും പറവാൻ പണി ഗാത്രസൗഭഗം തേ പറവച്ചാർത്തിന് മാനഹേതുപാരം. ചിറകിൻ്റെ ചിതപ്പെടുന്ന നാനാ നിറവും തുണ്ടപദങ്ങൾ തൻ തുടുപ്പും തേ ഗാത്രസൗഭഗം പറവാൻ പണി. നീ പറവച്ചാർത്തിന് പാരം മാനഹേതുവാണ് എന്ന് ഏകദേശം അന്വയം പറയാം. കവി ആ പക്ഷിയെ വിസ്തരിച്ച് നോക്കിക്കാണുകയാണ്, കുറച്ചൊക്കെ അടുത്ത് ചെന്നിട്ട്. ചിറകിൻ്റെ ചിതപ്പെടുന്ന, ഇണങ്ങി നിൽക്കുന്ന എന്നർത്ഥം. ചിതപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ യോജിച്ചു കൊണ്ടുപോകുന്നത്, മാച്ചിങ് ഒക്കെ പറയില്ലേ, അതുതന്നെ. അപ്പോൾ ചിറകിൻ്റെ ചിതപ്പെടുന്ന നാനാ നിറങ്ങൾ, പലതരത്തിലുള്ള നിറങ്ങൾ, വർണ്ണങ്ങളുണ്ട്. അതിന് ദേഹത്ത് പല പല വർണ്ണങ്ങളുണ്ട്. അതുപോലെ തുണ്ടപദങ്ങൾ എന്ന് പറഞ്ഞാൽ തുണ്ടവും പദങ്ങളും. തുണ്ട് എന്ന് പറഞ്ഞാൽ മുഖം, കൊക്ക് എന്നർത്ഥം. അതേപോലെ പദങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ കാലുകൾ. ഇതിന് എന്താ നിറം? തുടുപ്പാണ്, ചുവന്ന നിറമാണെന്നർത്ഥം. അപ്പോൾ നിൻ്റെ ശരീരത്തിൻ്റെ സുഭഗത, സൗന്ദര്യം ഉണ്ടല്ലോ, അത് പറവാൻ, പറഞ്ഞു തീർക്കാൻ, വർണ്ണിക്കാൻ പണിയാണ്. പറഞ്ഞാൽ വലിയ വിഷമാണ്. എന്നെക്കൊണ്ട് പറഞ്ഞ് വർണ്ണിച്ച് ഭംഗിയാക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം പറയാം എന്നാണ് കവി പറയണത്. എന്താണത്? നിൻ്റെ ഈ സൗന്ദര്യം അത് പറവച്ചാർത്തിന്, പക്ഷിക്കൂട്ടത്തിന്, പക്ഷിവർഗനത്തിന് തന്നെ ഒരു മാനഹേതുവാണ്, അഭിമാനത്തിന് കാരണമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് പക്ഷികൾക്ക്, എല്ലാ പക്ഷികൾക്കും അഭിമാനിക്കാൻ പാകത്തിൽ അത്രയ്ക്കും ശരീര സൗന്ദര്യമാണ് ഈ അരിപ്പിറാവിൽ ഉള്ളത് എന്നാണ് കവി പറഞ്ഞു വരുന്നത്. പക്ഷിയെ ആകെ ഒന്ന് നിരീക്ഷിച്ച് കവി പറയുന്നതാണ് ഇത്. അതായത് ചിറക്, കൊക്ക്, കാലുകൾ എന്നിവ. കുട്ടികളെ, ഇവിടെ ഒരു കാര്യം കാണാതെ പോകരുത്. നമ്മുടെ കൂട്ടത്തിൽ പ്രസിദ്ധനായ, കേമനായ ഒരാളുണ്ടായാൽ നമുക്കെല്ലാവർക്കും അത് വളരെ അഭിമാനജനകമായുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഇതൊരു സതുപദേശം പോലെ തന്നെയാണ്. നമ്മൾ നന്നായാൽ നമ്മൾ വഴിക്ക് നമ്മുടെ വംശത്തിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടുമെന്നും അതിൻ്റെ സൽപ്പേര് എല്ലാവർക്കും കിട്ടുമെന്നും അതിനാൽ നമ്മുടെ വംശപ്പേര്, കുലപ്പേരോ നമ്മുടെ തറവാട്ട് പേരോ എന്താ വെച്ചാൽ അത് നിലനിർത്തത്തക്കവണ്ണം അത് കൂടുതൽ നന്നാക്കാൻ പറ്റുന്ന വിധത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കണം എന്ന ഒരു ഗുണപാഠം കൂടി ഇതിൽ നിന്ന് പഠിക്കാം. ഇനി കവി കുറച്ചുകൂടി അടുത്തേക്ക് ചെന്ന് സൂക്ഷിച്ചു നോക്കുകയാണ്. അപ്പോഴാണ് കൂടുതൽ കാണുന്നത്. അതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ശ്ലോകം ഇതാണ്. ഇരുകണ്ണിത കുങ്കുമദ്രവത്താൽ നറുതേൻ വാണികൾ തൊട്ട പൊട്ടുപോലെ ചുരുളിപ്പുഴുതേ വിടുർത്ത വാഴച്ചെറുകൂമ്പിൻപടി കോമളം തവാംഗം.
ഇരുകണ്ണിത് നറുതേൻ വാണികൾ കുങ്കുമദ്രവത്താൽ തൊട്ട പൊട്ടുപോലെയാണ്. ചുരുൾ ഇപ്പോഴത്തെ വിടുർത്ത വാഴ ചെറുകൂമ്പ് പോലെയാണ് തവാംഗം എന്നാണ് ഇതിൻ്റെ അന്വയം. നിന്റെ കണ്ണുകൾ, 2 കണ്ണുകൾ ഉണ്ടല്ലോ, അത് നറുതേൻ വാണികൾ. നറുതേൻ എന്ന് പറഞ്ഞാൽ നല്ല തേൻ, നല്ല മധുരമുള്ള തേൻ, അതുള്ള അങ്ങനെയുള്ള വാണികൾ എന്ന് പറഞ്ഞാൽ തേനിനെ പോലെ മധുരിക്കുന്ന വാക്കുള്ള സ്ത്രീകൾ, അതായത് ചുരുക്കത്തിൽ സുന്ദരികൾ എന്നർത്ഥം. അപ്പോൾ ഈ സുന്ദരികളൊക്കെ അവർക്ക് പൊട്ട് തൊട്ടില്ല തന്നെ സാരമില്ല. ഇപ്പോൾ കുങ്കുമദ്രവത്താൽ അവർ തൊട്ടിട്ടുള്ള ഒരു പൊട്ട് പോലെയാണ് നിൻ്റെ കണ്ണുകൾ. അപ്പോൾ പൊന്നുംകൂടത്തിന് എന്തിനാ പൊട്ട് എന്ന് ചോദിക്കില്ലേ? അതിൻ്റെ ആവശ്യമില്ലെങ്കിലും ഇവിടെ ഈ സുന്ദരികളായ സ്ത്രീകൾ കുങ്കുമം, ഇപ്പോൾ ചുവന്ന നിറമാണത്, അതിൻ്റെ കുങ്കുമം ചാലിച്ച് നെറ്റിയിൽ സ്ത്രീകൾ തൊട്ടുപതുണ്ട്. അതുപോലെ മനോഹരമായ 2 കണ്ണുകളാണ് എന്നാണ് ഒരു ഉപമ കൊണ്ട് കവി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വേറൊരു ഉപമ കൊണ്ട് പറയാണ്, ചുരുൾ ഇപ്പോഴത്തെ നിവർത്ത ഇപ്പോൾ വിടർന്നുള്ള ഒരു വാഴയില കൂമ്പ് പോലെ സുന്ദരമാണ്, കോമളമാണ് നിൻ്റെ അംഗം, നിൻ്റെ ശരീരം എന്നാണ് കവി പറയുന്നത്. ഈ ചുരുക്കത്തിൽ എന്താ, കവി പക്ഷിയെ നിരീക്ഷിച്ച് അതിൻ്റെ ചിറക്, കൊക്ക്, കാലുകൾ എന്നിവ വളരെ ഭംഗിയുള്ളതാണ്, പക്ഷിവർഗത്തിന് അഭിമാനകരമാണ് എന്ന് പറഞ്ഞു. പിന്നെ കണ്ണുകൾ സ്ത്രീകളുടെ കുങ്കുമം കൊണ്ടുള്ള പൊട്ട് പോലെയാണ് എന്ന് പറഞ്ഞു ഒരു ഉപമ കൊണ്ട്. പിന്നെ ശരീരം വാഴയുടെ തളിരില പോലെയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ വിടർന്ന ചെറുകൂമ്പിലയാണ് അതിൻ്റെ വെളുപ്പും പച്ചപ്പും എല്ലാം. മാത്രമല്ല പൊടിപടലങ്ങളൊന്നും ഉണ്ടാവില്ല, ഇപ്പം വിടർന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ വളരെ വൃത്തിയുള്ളതാണ് എന്നും കൂടി നമുക്കത് മനസ്സിലാക്കാം. അത്രയും കോമളമാണ്, സുന്ദരമാണ് നിൻ്റെ ശരീരം. അപ്പോൾ മുറ്റം അലങ്കരിക്കാൻ പറ്റുന്ന ഇത്രയും ഭംഗിയുള്ള ഒരു അരിപ്പിറാവാണ് എൻ്റെ മുറ്റത്ത് വന്നിരിക്കുന്നത് എന്ന് നേരത്തെ അലങ്കരിച്ചുവല്ലോ എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഒന്നുകൂടി വ്യക്തമാക്കി തരികയാണ്, എങ്ങനെയാണത് അലങ്കരിച്ചത് എന്നുള്ളത്. എൻ്റെ സ്വന്തം ശരീര സൗന്ദര്യം കൊണ്ട്, തൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ മുറ്റം അലങ്കരിച്ചതാണ് എന്നുള്ള എങ്ങനെയാണ്, എത്ര സൗന്ദര്യം എന്നുള്ളത് വിശദീകരിക്കുകയാണ് ഈ 2 ശ്ലോകങ്ങൾ കൊണ്ട് കവി ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ശ്ലോകങ്ങൾ 2 ഒരിക്കൽ കൂടി ചെല്ലാം. ചിറകിൻ്റെ ചിതപ്പെടുന്ന നാനാ നിറവും തുണ്ടപദങ്ങൾ തൻ തുടുപ്പും പറവാൻ പണി ഗാത്രസൗഭഗം തേ പറവച്ചാർത്തിനുമാനഹേതു പാരം ഇരുകണ്ണിത് കുങ്കുമദ്രവത്താൽ നറുതേൻ വാണികൾ തൊട്ട പൊട്ടുപോലെ ചുരുളിപ്പൊഴുതേ വിടുർത്ത വാഴച്ചെറുകൂമ്പിൻപടി കോമളം തവാംഗം. കവി ആദ്യത്തെ ശ്ലോകത്തിലെ ലോകത്തിൽ പ്രിയദർശനൻ ആണ് നീ എന്ന് പറഞ്ഞത് വെറുതെ ഒരു ഭംഗിവാക്ക് പറഞ്ഞതല്ല. ഈ 2 ശ്ലോകങ്ങൾ വഴി വളരെ നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കുകയാണ്. നമ്മുടെ കൺമുന്നിൽ കാണാൻ പാകത്തിൽ അത്രയും മനോഹരമായൊരു ചിത്രമാണ് ഈ 2 ശ്ലോകം കൊണ്ട് നമ്മുടെ മുമ്പിൽ വരച്ച് വെച്ചിരിക്കുന്ന കവി. ഇനി ബാക്കിയുള്ളത് നമുക്ക് നാളെ നോക്കാം. ഇന്നിവിടെ നിർത്താം. എല്ലാവർക്കും നമസ്കാരം.